വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ വലിയൊരു വാഗ്ദാനം എന്ന് പറയുന്നത് ആജ് ബാർ 400 പാർ എന്ന് പറഞ്ഞാൽ 400 കടക്കും സീറ്റ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. പക്ഷേ അത് യഥാർത്ഥത്തിൽ നടന്നില്ല. കേവല ഭൂരിപക്ഷം പോലും ബിജെപിക്ക് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം നോക്കൂ. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ്, ഹരിയാന തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ഡൽഹി തെരഞ്ഞെടുപ്പ്, 5 തെരഞ്ഞെടുപ്പ് നടന്നു. ഈ 5 തെരഞ്ഞെടുപ്പിൽ 3 തെരഞ്ഞെടുപ്പും ബിജെപിക്ക് വമ്പിച്ച വിജയമാണ്. അതായത് തൂക്കുമന്ത്രിസഭയെ ഒരു കാര്യങ്ങളുമല്ല, വമ്പിച്ച വിജയമാണ് ബിജെപിക്ക് നേടാനായിട്ട് സാധിച്ചത്. ആകപ്പാടെ ബിജെപിക്ക് കാലിടറിപ്പോയത് ഛത്തീസ്ഗഡിലാണ്. പിന്നെ വേറൊരു സംസ്ഥാനം കൂടെ നടന്നത് ഞാൻ ഓർക്കുന്നില്ല. അവിടെയാണ് ബിജെപിക്ക് ജാർഖണ്ഡ് കാലിടറി ജാർഖണ്ഡിലായിരുന്നു. ജാർഖണ്ഡ്. അതെ, ജാർഖണ്ഡ്. ബിജെപിക്ക് അവിടെയാണ് കാ കാലിടറിപ്പോയത്. പക്ഷേ 3 തെരഞ്ഞെടുപ്പ്. കാരണം ഇതോടുകൂടി വീണ്ടും ബിജെപി എന്ന് പറയുന്ന പാർട്ടി ഒരു അജയ്യമാറ്റമുള്ള പാർട്ടിയായിട്ട് മാധ്യമപ്രവർത്തകർ അടക്കം വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മഹാരാഷ്ട്രയിൽ എന്നൊക്കെ പറയുന്നത് ക്ലീൻ സ്വീപ്പ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിനൊന്നും ഒരു ചാൻസ് പോലും കൊടുക്കാതെ പ്രതിപക്ഷം ഇല്ലാത്ത രീതിയിൽ അവിടെ സ്വീപ്പ് ചെയ്തു. ഡൽഹി തെരഞ്ഞെടുപ്പായിരുന്നാലും അതിഭീകരമായിട്ടുള്ള മുന്നേറ്റം. അതിഭീകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൂക്കുമന്ത്രിസഭയല്ല, 27 വർഷത്തിന് ശേഷം ബിജെപി അവിടെ വരുന്നത് വളരെയധികം വ്യക്തമായി കൃത്യമായി വോട്ട് നിലയും സീറ്റുകളോടുകൂടിയാണ് അവിടെ വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഹരിയാനയിൽ ഏറ്റവും കൂടുതൽ ആന്റി ഇൻക്യുപ്പൻസി ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് എന്നാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാധ്യമ പ്രവർത്തകരൊക്കെ പറയുന്നത്. പക്ഷേ അവരെല്ലാം ഞെട്ടിത്തിരിച്ച് പൊട്ടിത്തെറിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ മൂഡ് ഓഫ് ദ നേഷന്റെ സർവേ വന്നിട്ടുണ്ട്. ഈ മൂഡ് ഓഫ് ദ നേഷൻ സർവേ പറയുന്നത് ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബിജെപി എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക എന്നാണ് സർവേയിൽ പ്രധാനമായിട്ടും ഒരു വിലയിരുത്തിയില്ല. 54,418 പേരാണ് ഈ സർവേയിൽ പങ്കെടുത്തത്. ഈ സർവേയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ബിജെപി 300 സീറ്റിന് മേൽ നേടും എന്നാണ് ഈ സർവേ പ്രവചിച്ചിരിക്കുന്നത്. പോരാത്തതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ വീണ്ടും വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. 54% ആൾക്കാരാണ് ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വീണ്ടും, അതായത് വീണ്ടും വരണമെന്നാണ്. മോദി ഇനിയും വരണം. ഇനി മോദിയെ മാറ്റിയിട്ട് വേറെ ആൾക്കാരെ ചേർക്കണം എന്നല്ല, ഞാൻ വീണ്ടും പറയുന്നു, 54% ആൾക്കാർ വീണ്ടും വരണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥിനെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ സർവേ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോരാത്തതിന് 24.9% ആൾക്കാർ രാഹുൽ ഗാന്ധി അനുകൂലിച്ചു. 4.8% ആൾക്കാർ മമതാ ബാനർജി അനുകൂലിക്കുന്നുണ്ട്. 2.1% ആൾക്കാർ മാത്രമേ അമിത്ഷായെ രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് കാണാൻ അനുകൂലിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വേറൊരു കാര്യം. ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് 1.2% ആൾക്കാരാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്നാണ് ഈ സർവേ ഫലം പറയുന്നത്. നമ്മുടെ സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള കണക്കും ഇത് പുറത്തുവിട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ ബിജെപി ഇത്തവണയും നിലം തൊടില്ല. പക്ഷേ അവിടെ ഒരു അലയൻസ് ഒക്കെ വെക്കുകയാണെങ്കിൽ അത് വർക്കൗട്ട് ആവും എന്ന് അവർ പറയുന്നു. കേരളമാണെങ്കിൽ കേരളം ഇത്തവണ ചാണകം ചവിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും ആ സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോ മോദി അടുത്തിടെ ഒന്നും താഴേക്ക് ഇറങ്ങാൻ സാധ്യതയില്ലെന്നാണോ ഈ സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നത്? അല്ലെങ്കിൽ സർവേ ഫലത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല? ഈ ഫലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. കാരണം സർവേ ഫലങ്ങളൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയ തെരഞ്ഞെടുപ്പുകളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊളിഞ്ഞു, ഹരിയാന തെരഞ്ഞെടുപ്പിൽ പൊളിഞ്ഞു, പിന്നെ ആകപ്പാടെ ഡൽഹി തെരഞ്ഞെടുപ്പിലാണ് സർവേ ഫലം കറക്റ്റ് ആയിട്ട് വന്നത്. അങ്ങനെയാണോ? എങ്ങനെയാണ് നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത്? അല്ല, ഈ മൂഡ് ഓഫ് ദ നേഷൻ ഇന്ത്യ ടുഡേ മാത്രമല്ല, വിവിധ ഏജൻസികൾ ഇടയ്ക്കിടയ്ക്ക് നടത്താറുള്ളതാണ്. ഉം, ഉം, ഉം. പക്ഷെ ഇപ്പൊ ഈ സർവേ ഫലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 6 മാസത്തോളം ആകുന്നു. ആ ഒരു സമയത്താണ് ഈ സർവേ വരുന്നത്. 6 മാസം മുമ്പ് ഇതായിരുന്നില്ല സ്ഥിതി. 240 സീറ്റുകളിൽ ഒതുങ്ങിപ്പോവായിരുന്നു ബി ജെ പിക്ക്. ഇപ്പോഴത് 300 മേളിലേക്ക് കടക്കുമെന്ന് പറയും. അതിന് അനവധി കാരണങ്ങളുണ്ട്. കാരണം ജനതയെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഈ ദേശീയ തെരഞ്ഞെടുപ്പ് ആയിരുന്നെങ്കിൽ കൂടി അതിൽ പലയിടത്തും സംസ്ഥാന വികാരങ്ങൾ കൂടി പ്രതിഫലിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ആ പാർട്ടിക്ക് അകത്തുണ്ടായ ചില ഉൾപാർട്ടി പ്രശ്നങ്ങളും ആ പാർട്ടിയുടെ ഭരണത്തിൽ നിന്നെതിരെ ഉണ്ടായ ചില വികാരങ്ങളും ഒക്കെ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിലൊരു ഉത്തമ ഉദാഹരണമാണ് ഹരിയാന. 10ൽ 9 സീറ്റ് നേടിക്കൊണ്ടാണ് 2019 അവർ ലോക്സഭയിലേക്ക് ജയിച്ചതെങ്കിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവർക്ക് 5 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. പക്ഷെ നിയമസഭയിലേക്ക് വന്നപ്പോൾ അപ്രതീക്ഷിതമായി അവരവിടെ വിജയം ഭരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറി. ഇതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. മറ്റൊന്ന്, യു പിയിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് വലിയ നഷ്ടമുണ്ടാക്കിയ ഒരു സംസ്ഥാനം ഉത്തർപ്രദേശായിരുന്നു. അവിടെ എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിലും സംഘടനകൾക്കുള്ളിലും ഉണ്ടായ ചില പ്രശ്നങ്ങൾ തന്നെയാണ്.
കാരണം അവർക്ക് അറിയാൻ കഴിയാതെ അല്ലെങ്കിൽ അവരുമായി അധികം ബന്ധമില്ലാത്ത സ്ഥാനത്തിൽ കെട്ടിയിറക്കി എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഉയരുന്ന ആരോപണം. അങ്ങനെ അനവധി അനവധി പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലടക്കം, മഹാരാഷ്ട്രയിലൊക്കെ ഈ പ്രതിപക്ഷ പാർട്ടികളായ ഈ മഹാവികാസ് അഘാഡിയും ഒക്കെ തന്നെ ഉയർത്തിവിട്ട ആരോപണം. ബി ജെ പിയുടെ ഒരു പ്രധാന പ്രശ്നം, ബി ജെ പിയെ നാലുപാട് വളഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് ചെയ്ത് വെച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2024 തെരഞ്ഞെടുപ്പ്. മുൻപ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു തേരോട്ടമാണ്. ഇത്തവണ ആ തേരോട്ടത്തിന് തടയിടാൻ ഒരു പരിധി വരെ ഈ വിദേശ രാജ്യങ്ങളിൽ വെച്ചിരിക്കുന്ന അവരുടെ ഏജന്റുമാരും സോറോസൽസിനും അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ കഴിഞ്ഞു. ആ വരിഞ്ഞു മുറുക്കലിനിടയിലാണ് നരേന്ദ്രമോദി നേടിയ 240 സീറ്റ് എന്നുള്ളതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. അതായത് നിരന്തരമായ ആരോപണങ്ങൾ. ഒപ്പം കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ച പൊള്ളയാചല വാഗ്ദാനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉത്തർപ്രദേശിലൊക്കെ കോൺഗ്രസ്സുകാർ അവരുടെ ഓഫീസ് തന്നെ പൂട്ടിപ്പോകേണ്ട സ്ഥിതിയിലേക്ക് വന്നു. കാരണം അവിടെ അവർ ഈ ഇലക്ഷൻ പ്രചരണ കാലത്ത് ഒരു കാർഡ് അവിടുത്തെ സ്ത്രീകൾക്ക് കൊടുത്തിരുന്നു. 1,00,000 രൂപ കിട്ടും കോൺഗ്രസ് ജയിച്ചാലും. അവിടെ കോൺഗ്രസിന് 10-17 എം പിമാർ ജയിച്ചു. ജയിച്ചതിന് തൊട്ട് പിന്നാലെ ഈ സ്ത്രീകളെല്ലാം കൂടി കാർഡുമായിട്ട് വന്നു. ഈ കാർഡുമായിട്ട് വന്നാൽ മതി, ഈ പൈസ കിട്ടുമെന്നാണ് പറഞ്ഞത്. കാർഡുമായിട്ട് ചെന്നപ്പോഴത്തേക്കും പൈസയും ഇല്ല, ഓഫീസും ഇല്ല, പൂട്ടിപ്പോണ്ട അവസ്ഥ വന്നു. അപ്പൊ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. കാരണം ഈ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പല മുന്നണികളായിട്ട് നിന്ന് കഴിഞ്ഞാല് ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ല എന്നും ആ സർക്കാരിന് സുസ്ഥിരമായ ജനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും മനസ്സിലാക്കിയ ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. അത് ഓരോ ദിവസം കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ വ്യക്തമാകുന്നു. INDA മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി ഏതാണ്ട് തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ്. അവരുടെ പാർട്ടികളെല്ലാം തന്നെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ BJPക്ക് താൽക്കാലികമായി ബദലുകളൊന്നും തന്നെ ഈ രാജ്യത്ത് ഉയർന്നു വരുന്നില്ല. അത് മാത്രവുമല്ല, BJPയുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭരണം, അതായത് കേന്ദ്ര ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്നേ വരെ ഈ നരേന്ദ്രമോദി 2014 കയറി 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. 2011 വർഷത്തിലേക്ക് കടക്കുമ്പോൾ പോലും ഒരു ചെറിയ അഴിമതി ആരോപണം പോലും കൊണ്ടുവരാൻ ഈ രാജ്യത്ത് ഒരു പാർട്ടികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ സർക്കാരിന്റെ ഇടപെടലുകളെല്ലാം തന്നെ ഈ രാജ്യം ഇതിലേക്ക് നിന്നിട്ട് സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് ഓപ്പൺ ആയിട്ട് തന്നെ തലയുയർത്തി ലോക രാജ്യങ്ങളുടെ വിഷയങ്ങൾ നാം ഇടപെടുന്നതും നമ്മളുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നതും പറയുന്നതുമൊക്കെ ഇന്ത്യൻ ജനതയ്ക്ക് പുതിയൊരു ആവേശമായി മാറി. പ്രത്യേകിച്ച് ഇസ്രായേൽ ഹമാസ് ആ ഒരു സംഘർഷം നടക്കുന്ന സമയത്ത് ഇസ്രായേലിനോടൊപ്പം നിന്ന് ഭീകരവാദികൾ നമ്മുടെ രാജ്യത്ത് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചടിക്കണം അവിടെ പോയി എന്ന് ഉറച്ച നിലപാടെടുക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. ഒപ്പം തന്നെ പാലസ്തീൻ സ്വതന്ത്ര രാജ്യമാണ് എന്നുള്ള നിലപാട് പറയാൻ നമുക്ക് മടിയൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ വിഷയത്തിലായാലും മറ്റു വിഷയങ്ങളിലായാലും ഒക്കെ അത് കൂടാതെ ഇപ്പോൾ ഉക്രൈൻ വാർ നടന്നപ്പോഴും അതിനുശേഷവും ഒക്കെ ലോക രാജ്യങ്ങൾക്കിടയിൽ നരേന്ദ്രമോദിക്കുണ്ടാകുന്ന സ്വീകാര്യത ഒരിക്കലും ഇന്ത്യ മുന്നണിയിലെ ഒരു നേതാവിനും ഇല്ല എന്നുള്ള കാര്യം ഇന്ത്യയിൽ ജനിച്ച് വീണ ഏതൊരു കൊച്ചു കുട്ടിക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതൊക്കെ കൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ആ കിട്ടിയ ഹൈപ്പ് എന്ന് നമ്മൾ പറയേണ്ടി വരും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് നടന്നാലും BJP, അതായത് നരേന്ദ്രമോദി നയിക്കുന്ന BJPക്ക് തന്നെയായിരിക്കും മുൻതൂക്കം. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, മോദിക്ക് ബദലായിട്ട് ഇന്ന് വരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാനില്ല. അവർക്ക് അല്പമെങ്കിലും പ്രതീക്ഷയുള്ള നേതാവായിരുന്നു ശ്രീ അരവിന്ദ് കെജ്രിവാൾ. അവർ തമ്മിൽ അകത്ത് ഭയങ്കര ഉടക്കുകയായിരുന്നെങ്കിൽ കോൺഗ്രസിന് അതൊന്നും അംഗീകരിക്കാൻ പ്രയാസകരമായിരുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹവും പൊളിഞ്ഞു പാളീസാകുന്ന കാഴ്ച നമ്മൾ കണ്ടത്. മമതാ ബാനർജിയെ സംബന്ധിച്ച് ബംഗാളിന് അപ്പുറത്തേക്ക് അവർക്ക് വലിയ റോളുകളും കാര്യങ്ങളും ഇല്ല. പിന്നെ അവർ മുഖമൊന്നും ഉയർത്തി കാണിക്കാൻ അവർക്ക് ആളില്ല. രാഹുൽ ഗാന്ധി പൊളിയുന്നു എന്ന് കോൺഗ്രസ്സുകാർക്ക് തോന്നിയ അവസ്ഥയിലാണല്ലോ പ്രിയങ്ക ഗാന്ധി അവർ കൊണ്ടിരുന്നത്. പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് രാഹുൽ ചെയ്തതിന്റെ 4-1 പണി പോലും പ്രിയങ്കയ്ക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവരും പോവുകയാണ്. അപ്പോ മുമ്പോട്ട് പോകുന്നില്ല. ഈ രണ്ട് ഗാന്ധിമാരെ വെച്ചുകൊണ്ട് കോൺഗ്രസ് മുമ്പോട്ട് പോകില്ല എന്നുള്ളത് കോൺഗ്രസ്സുകാർക്കും വ്യക്തമാണ്. അവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു. പക്ഷെ പ്രിയങ്ക ഗാന്ധി തുടക്കം മുതൽ തന്നെ അവരുടെ പാർലമെന്റിലെ പ്രസംഗങ്ങൾ ഉൾപ്പെടെ ഒരു നനഞ്ഞ പടക്കം പോലെ പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടത്. അതിലും കുറച്ചുകൂടെ ഗംഭീരൻ എനിക്ക് തോന്നിയിട്ടുള്ളത് രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആണ് പൊളിറ്റിക്സിൽ. അതുകൊണ്ടായിരിക്കും പ്രിയങ്ക വന്നതേ ഉള്ളായിരിക്കും, അങ്ങനെ ചിന്തിക്കാനാണ്. പക്ഷെ അവർക്ക് ഒരു ബദൽ നേതാവില്ല. ഒന്നും ബദലായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഒരു ഐഡിയ ഇല്ല അവർക്ക്. ഞങ്ങൾ ജയിച്ചാൽ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാനായിട്ട് അവർക്കില്ല. മറ്റേ നരേന്ദ്രമോദി ചെയ്ത കാര്യങ്ങളൊക്കെ വിസിബിൾ ആണ്. അതായത് ദേശീയപാത വികസനമായാലും പാവപ്പെട്ടവർക്ക് വീടായാലും ആയുഷ്മാൻ ഭാരത് പദ്ധതി ആയാലും അനവധി പദ്ധതികൾ വിസിബിൾ ആണ്. ജനങ്ങൾക്കെല്ലാം ഇത് നേരിൽ കാണാം. സൗജന്യ ധാന്യ വിതരണമൊക്കെ നേരിൽ കാണുന്നതാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് പട്ടിണി മരണങ്ങളില്ല, ദരിദ്രരില്ല. കാരണം എല്ലാവർക്കും ഈ സൗജന്യമായി തന്നെ ദരിദ്രർക്ക് ധാന്യം എത്തിക്കുന്ന പരിപാടി, ഇതെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ വിസിബിൾ ആയതിടത്ത് ഇന്നെങ്കിൽ പിന്നെ ഈ സർക്കാരിനെ മറിച്ചിട, അല്ലെങ്കിൽ ഈ BJP മറിച്ചിട പിന്നെ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം മോദി സർക്കാരിനെതിരെ അഴിമതി ആരോപണം കൊണ്ടുവരിക എന്നുള്ളതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ എന്ത് അഴിമതിയാണ് പറയാനുള്ളത്? ഒരു അഴിമതിയുമില്ല. എന്തിന് ഈവൻ അവരുടെ ഏതെങ്കിലും സംസ്ഥാനത്തെ ഭരണത്തിൽ പോലും ഒരു അഴിമതി ആരോപണം അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. UP-യിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല, അസാമിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല, അരുണാചൽ പ്രദേശിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല.
മഹാരാഷ്ട്ര അവർക്ക് ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. മഹാരാഷ്ട്രയെ BJP ഒറ്റയ്ക്കല്ലാതെ സഖ്യകക്ഷികളുമായിട്ട് ഭരിക്കുന്നിടത്ത് പോലും അവർക്ക് ഒരു അഴിമതി കാരണം കൊണ്ടുവരാൻ പറ്റുന്നില്ല. ബീഹാറിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല, എങ്ങും കൊണ്ടുവരാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് അവർക്ക്. അതായത് എന്ത് പറഞ്ഞ് മോദിയെ നേരിടും, അതൊരു ഓപ്ഷൻ ഇല്ല. ജനങ്ങൾക്ക് ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾ മോദിയെ വെറുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരുപക്ഷെ തീവ്ര ഇസ്ലാമിസ്റ്റുകളോ ഇടതുപക്ഷക്കാരോ രാഷ്ട്രീയം പറയുമായിരിക്കും. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഞങ്ങൾക്ക് മോദിയെ ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷെ ബഹുഭൂരിപക്ഷം ജനത്തിന് പറയാനൊരു കാരണമില്ല. നേരെ പക്ഷെ നമ്മുടെ കേരളത്തിൽ പിണറായി വിജയൻ ഇഷ്ടമല്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 10,000 കാര്യങ്ങൾ പറഞ്ഞു. നേരെ മറിച്ച് മോദിയെ ഇഷ്ടമല്ല എന്ന് പറയാനായിട്ട് സാധാരണപ്പെട്ട ഒരു ജനത്തിന്, നിഷ്പക്ഷനായി നിൽക്കുന്ന ഒരു ജനത്തിന് കാരണം ഒരു റീസൺ വേണമല്ലോ. എനിക്ക് ഇഷ്ടമാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ 10 കാരണങ്ങളുണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള 10 കാരണം. അദ്ദേഹത്തെ വെറുക്കാനുള്ള ഒരു കാരണം പോലും എൻ്റെ ഇല്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഗർഭിണി ശൂലം, വർഗീയവാദിയാണ് എന്നൊക്കെ പറയുന്നതിനപ്പുറം, കാരണം അതൊന്നും ഇനി ഇന്ത്യയിൽ ചെലവാകില്ല. അതൊക്കെ എടുക്കാച്ചിരക്കായി മാറിയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഈ നോർത്ത് ഇന്ത്യയിലായിരുന്നു മുമ്പ് BJP കൂടുതൽ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അത് ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നു എന്നാണ് ഈ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലടക്കം BJPക്ക് ഒരു മൂവ്മെന്റ് ഉണ്ട്. കേരളത്തിലെ BJPയുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്കിപ്പോൾ നല്ല രീതിയിൽ തന്നെ അവരിലേക്ക് ഒരു വലിയ ഒഴുക്കിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു നദി പോലെയാണ് വോട്ടർമാർ. ആ നദിയെ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഒരു ഡാം പണിതാൽ മാത്രം മതി BJPക്ക് കേരളത്തിൽ കുറെ സീറ്റുകൾ നേടാം. അതിനുള്ള കപ്പാസിറ്റി ഇവിടുത്തെ നേതാക്കൾ കാണിച്ചാൽ ഒരുപക്ഷെ ഈ വരുന്ന ഒരു വോട്ടാക്കി മാറ്റാൻ പറ്റും. ഏതായാലും വരാൻ പോകുന്ന നിയമസഭയിൽ BJPക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് സീറ്റ് നേടാൻ കഴിയുമെന്നാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 35% പേര് കേരളത്തിൽ നിന്ന് നരേന്ദ്രമോദിയെ പിന്തുണച്ചിരുന്നു. അതായത് മോദിയുടെ ഫാൻസ് അല്ലെങ്കിൽ മോദിയെ ഇഷ്ടപ്പെടുന്നവർ കേരളത്തിൽ അവരുടെ ശതമാനം കൂടി വരികയാണ്. അത് വോട്ടാക്കി മറ്റു സംസ്ഥാനത്തെ BJP നേതൃത്വത്തിന് കഴിഞ്ഞാൽ അവർക്ക് ചില സീറ്റുകൾ നേടാൻ കഴിയുമെന്നതായിട്ട് തർക്കവുമില്ല. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ആ ദ്രാവിഡൻ പൊളിറ്റിക്സിൽ പോലും BJPക്ക് ഒരു റോൾ ഉണ്ട് എന്നുള്ളതാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. BJP ഒറ്റയ്ക്ക് നിന്നാൽ നേടില്ല എന്ന് പറയുമ്പോൾ പോലും അവരതിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. BJP സഖ്യമായി നിന്ന് കഴിഞ്ഞാൽ ചില സീറ്റുകൾ നേടാൻ കഴിയും എന്നുള്ളതാണ് അവർ എടുത്തു പറയുന്ന കാര്യം. അതായത് ADMK ആയിട്ടോ DMK ആയിട്ടോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും മുന്നണി സംവിധാനത്തിൽ നിന്ന് അവർക്ക് സീറ്റ് നേടാൻ കഴിയുമെന്ന് പറയുന്ന നിലയിലേക്ക് എത്തി. ഇങ്ങനെ ഒരു സർവേ നമുക്ക് ഒരു 5 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിൽ ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. 5 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിൽ BJP ആരുടെയെങ്കിലും കൂടെ നിന്ന് സീറ്റ് കിട്ടുമോ എന്ന് വെച്ചാൽ ബിഗ് സീറോ ആയിരുന്നു. അവിടെ നിന്നാണ് ഏതെങ്കിലും ഒരു സഖ്യം രൂപീകരിച്ചാൽ BJPക്ക് സീറ്റ് കിട്ടുമെന്ന് പറയുന്ന നിലയിലേക്ക് മാറിയത്. അത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് ഇൻക്രീസ് ചെയ്തതിന്റെ ഫലമാണ്. പിന്നീട് ഉള്ളത് കർണാടക ഓൾറെഡി BJPക്ക് ഒരു വളക്കൂറുള്ള മണ്ണാണ്, അവരുടെ ഒരു തട്ടകമാണ്. തെലുങ്കാന, പിന്നെ അവർക്ക് പിന്നെയും ക്ഷീണം തട്ടുന്ന ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ എനിക്ക് തോന്നുന്നു അവർ പുതിയൊരു നീക്കത്തിലാണെന്ന് തോന്നുന്നു. പവൻ കല്യാണിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആന്ധ്ര പിടിക്കാനുള്ള നീക്കമാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ BJP ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കാരണം BJP അവിടെ സ്വയം വളരാൻ തക്ക കാര്യങ്ങളൊന്നും ഇപ്പൊ അവിടെ ചെയ്യുന്നില്ല. കാരണം BJPക്ക് അവിടെ ഇപ്പോ നിയമസഭയിൽ ഈ ഗ്രൂപ്പിന്റെ കൂടെ പവൻ നിന്ന് കല്യാൺ ഇവിടെ ഇന്ത്യയുടെ തിരുവനന്തപുരം പരശുരാമ ക്ഷേത്രത്തിൽ വന്നിരുന്നല്ലോ. സനാതന ധർമ്മ സംരക്ഷണ വന്നിരുന്നു. യാത്രയുടെ ഭാഗമായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിരുന്നു. വലിയ വാർത്തയായിരുന്നു. പുള്ളി തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ യാത്ര നടത്താൻ പോകുന്നതെന്നാണ് ഞാൻ കേൾക്കുന്നത് കേട്ടോ. അവിടെ ഇപ്പോൾ മറ്റേ ഈ തിരുപ്പുറം കുണ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പൊ അണ്ണാമലയും പവൻ കല്യാണും കൈകോർക്കുമോ എന്നുള്ളതാണ് പല ആൾക്കാരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ സ്റ്റാലിന്റെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ ഈ സനാതന ധർമ്മത്തിനെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളയണം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. പുള്ളി അതിലാണ് പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. ഈ പവൻ കല്യാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല, അതിന് മുമ്പ് തൊട്ട് തന്നെ BJP അവരുടെ ഒരു ബി ടീം പോലെ, ഒരു ശിവസേന പോലെ വളർത്തിയെടുക്കാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട്. ഈ നരേന്ദ്രമോദി കണ്ടതിന് ശേഷമാണ് ഇദ്ദേഹം ആന്ധ്രയിലുടനീളം ഒരു ഈ കാരവൻ, ആ കാരവൻ ലണ്ടനിൽ നിന്നോ മറ്റോ കൊണ്ടുവന്ന ഏതോ ഒരു വണ്ടിയാണ്. രസമുണ്ടത് കാണാൻ, ഈ സിനിമയിലായി കാണുന്ന പോലത്തെ ഒരു കാരവനാണ്. അത്ര ഒരു വണ്ടിയിൽ യാത്ര മുഴുവൻ അദ്ദേഹം പര്യടനം നടത്തുകയും ഇതുപോലുള്ള ഈ ഹിന്ദുത്വപരമായ കാര്യങ്ങൾ പ്രസംഗിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കൂടെ കളത്തിലിറക്കിക്കൊണ്ടാണ് ആന്ധ്ര പതുക്കെ, അതായത് പവൻ കല്യാണിലൂടെ ആന്ധ്ര പിടിക്കാമെന്നാണ് BJP കാര്യം. കാരണം BJP സംബന്ധിച്ച് ആന്ധ്രയിൽ അവർക്ക് നിലവിൽ മുഖങ്ങളൊന്നും തന്നെ ഇല്ല. അവർക്ക് ഇനിയൊരു കയറി വരണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു മുഖം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ചന്ദ്രബാബു നായിഡു എത്തിയിരിക്കുന്നു, പവൻ കല്യാൺ എത്തിയിരിക്കുന്നു, മറുഭാഗത്ത് ജഗൻമോഹൻ റെഡ്ഡി ഉണ്ട്. BJP സംബന്ധിച്ച് ഇതിനകത്ത് ആര് വന്നാലും, ജഗൻമോഹൻ വന്നാലും നായിഡു വന്നാലും പവൻ കല്യാൺ വന്നാലും ഒക്കെ, പക്ഷെ ഭാവിയിൽ എനിക്ക് തോന്നുന്നത് ഈ സേന എന്ന് പറയുന്ന പവൻ കല്യാണിന്റെ പാർട്ടി BJPയിലേക്ക് ലയിക്കുകയും പവൻ കല്യാൺ ആന്ധ്രയിലെ BJPയുടെ മുഖമായി മാറുകയും ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും പവൻ കല്യാണിനെ BJP മുഖ്യമന്ത്രിയാക്കി ഉയർത്തിക്കാട്ടുന്ന പ്രചരണത്തിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ചന്ദ്രബാബു നായിഡു ഒരു കാലം തീർന്നു. ചന്ദ്രബാബു നായിഡു റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ആളാണ്. അദ്ദേഹം കുറച്ചു നാള് ഈ അവധിയെടുത്ത് ട്രീറ്റ്മെന്റിലും മറ്റുമായിരുന്നു. അദ്ദേഹത്തിന്റെ മകനെ രംഗത്ത് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ആ മകനൊക്കെ ഇനി ക്ലച്ച് പിടിച്ച് വരണമെങ്കിൽ ടൈം എടുക്കും. പക്ഷെ മകനെ എല്ലാവരും അവരുടെ മക്കളെ രംഗത്തിറക്കുമ്പോൾ ഇപ്പോൾ ചെയ്യുന്ന പുതിയ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡിയുടെ അനുഗ്രഹം വാങ്ങുക എന്നുള്ളതാണ്. കാരണം മോഡി കഴിഞ്ഞാൽ ഈ മക്കൾക്ക് മുമ്പോട്ട് വളരാൻ പറ്റും.
അതുകൊണ്ടാണ് അവർ ഈ മക്കളെ ആദ്യം കൊണ്ട് മോദിയുടെ മുമ്പിൽ കൊണ്ടുപോകും, മോദിയുടെ കാറൊക്കെ തൊട്ട് വന്നിട്ട് അവിടെ പറഞ്ഞു. അപ്പൊ മോദി എവിടെയെങ്കിലും പിടിച്ചിട്ട് ഏതെങ്കിലും ജയിച്ച MP വല്ല ആണെന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ടി ഉണ്ടെങ്കിൽ അവിടെ സഹമന്ത്രി സ്ഥാനം കൊടുക്കുകയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോർഡിന്റെ ഒക്കെ ചെയർമാൻ ആക്കി കൊടുക്കും. അപ്പൊ അവിടുന്ന് അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടെയാണ് ഇപ്പൊ എല്ലാവരും മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചന്ദ്രബാബു നായിഡുവും അതേ വഴിയിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ മകനിലേക്ക് ഈ അധികാരം കൈമാറിയിട്ട് ഇപ്പൊ 2 വർഷമായി. അദ്ദേഹം മത്സരിക്കാൻ കഴിയുമോ എന്ന് പോലും അല്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം. അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ കാലശേഷം ഇല്ലെങ്കിൽ അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ വിടവാകുമ്പോൾ ആ ഗ്യാപ്പ് നികത്താൻ പറ്റുന്ന ഒരാളാക്കി പവൻ കല്യാൺ അവർ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അധികം വൈകാതെ അപ്പൊ ആന്ധ്രയും കേരളവും തമിഴ്നാടുമാണ് BJPക്ക് പിടികൊടുക്കാതിരുന്നതെങ്കിൽ ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ അവർക്ക് അതിനൊരു ബേസ് രൂപപ്പെട്ട് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ സർവേയിൽ നിന്നും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ദക്ഷിണേന്ത്യ കൂടി അവർക്ക് പിന്നിൽ ഉറച്ചു നിന്നാൽ, അതായത് നോർത്ത് ഇന്ത്യ പൊതുവെ അവരുടെ ചായ്വ് കാണിക്കുന്ന സംസ്ഥാനങ്ങളാണെങ്കിൽ ദക്ഷിണേന്ത്യ കൂടി അവർക്ക് വളരെ കുറച്ച് സീറ്റുകളോട് നൽകാമെന്നുണ്ടെങ്കിൽ അവർക്ക് തുടർഭരണം സാധ്യമായ ഒരു കാര്യമാണ്. പിന്നെ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാന ചോദ്യം സർവേയില് ആരാകണം ഇനി അടുത്ത പ്രധാനമന്ത്രി എന്നുള്ള ചോദ്യത്തിൽ വീണ്ടും മോദി എന്ന് പറയുമ്പോൾ മോദിയിൽ ജനങ്ങൾക്ക് ഒരു വലിയ വിശ്വാസമുണ്ട്. അതായത് മോദിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വേറൊരാൾ വരുന്നതിനെ കുറിച്ച് ജനം ഇപ്പൊ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യങ്ങളുണ്ട്. ധനുഷ് പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥിനെ സെലക്ട് ചെയ്യുന്നു. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇതേപോലൊരു സർവേ മുമ്പ് നടന്നിരുന്നു. നമുക്കറിയാം, ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി എത്തുമ്പോൾ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി, വികസന നായകൻ എന്നായിരുന്നു മോദിയെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഇന്ന് അതേ കാറ്റഗറിയായിരിക്കും ശ്രീ യോഗി ആദിത്യനാഥ് വരുന്നത്. അപ്പൊ ഉത്തരം അതിൽ നിന്ന് വ്യക്തമാണ്. അവർ ചോദ്യം രണ്ടാക്കിയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഉത്തരം അതിൽ നിന്ന് വ്യക്തമാണ്. അതായത് മോദിക്ക് ശേഷം യോഗി എന്ന് തന്നെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ ഒരു മുഖ്യമന്ത്രിയായി യോഗി വരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിയായിരുന്ന മോദി പ്രധാനമന്ത്രി ആയത് എങ്ങനെയാണോ അതേ പാതയിൽ കൂടെയാണ് യോഗി ആദിത്യനാഥും സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യം അതിനകത്ത് വ്യക്തം. പിന്നെ അതിലെ പ്രതിപക്ഷ പാർട്ടികൾ, എനിക്ക് പിന്നെ അതിനകത്ത് കുറച്ചുകൂടി ഒരു അത്ഭുതം തോന്നിയ ഒരു കാര്യം, നമ്മുടെ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് 25% പേർ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാകാൻ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു 24%, എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് ഇത്രയൊക്കെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്നുള്ള സർവേയിലും ഈ 24-25% പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതായത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് ബാങ്കുകൾ ഒന്നടങ്കം കോൺഗ്രസിന് മുന്നിലേക്ക് അണിനിരക്കുന്നതാണ് ആ ഒരു ശതമാനത്തിലെ വേരിയേഷൻ. ഒപ്പം തന്നെ ഈ സിഖ് വിഭാഗം ആം ആദ്മി കൈവിട്ടുകൊണ്ട് കോൺഗ്രസിലേക്ക് ചായുന്നുണ്ട്. അത് മറ്റൊരു കാര്യം. ഈ 2 വിഭാഗങ്ങൾ ആണ് കോൺഗ്രസിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ കരുത്ത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒപ്പം തന്നെ അസംതൃപ്തരായിട്ടുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനത്തുള്ള ജനങ്ങൾ, ഒപ്പം അങ്ങനെയുള്ളിടത്തേക്കൂടെ വോട്ടിംഗ് പെർസെന്റേജ് ആണ് കാണുന്നത്. ആ കാണുന്ന 24% ബഹുഭൂരിപക്ഷം വരുന്ന ശതമാനം കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിരിക്കുന്നതായിട്ട് യാതൊരു തർക്കവും വേണ്ട. അപ്പം അങ്ങനെയാണ് പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു സ്റ്റെബിലിറ്റി ഇപ്പോൾ വന്നിരിക്കുന്നു. 24% പേർ അദ്ദേഹത്തെ പിന്തുണച്ചു നിൽക്കുന്നു. അപ്പോഴും നരേന്ദ്രമോദിയുടെ ജനപിന്തുണ 60% കുറയുന്നില്ല എന്നാണ് ആ സർവേയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും ഒരു ഗ്രാഫായി ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നത് 54% പേരാണ്. അതിന്റെ പകുതി പേര് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ ശതമാനമല്ല. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അദ്ദേഹം പിന്തുണ ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം. മുൻപൊക്കെ രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണ 10-ലും 12-ലും ഒക്കെ കിടന്നിരുന്നു. അത് മാറി 24-ലേക്ക് എത്തിയത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം രാഹുൽ ഗാന്ധിയും പ്രതീക്ഷ അർപ്പിക്കുന്ന അത്രയും പേരുണ്ട്. പക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞ മമതാ ബാനർജിയുടെ ആ ഒരു ശതമാനക്കണക്ക് വളരെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ എനിക്ക് തോന്നുന്നു വരാത്ത ചില പേരുകളുണ്ട്. അതില് സ്റ്റാലിൻ, നമ്മുടെ പിന്നെ സഖാക്കൾ എപ്പോഴും പറഞ്ഞു പിണറായിയൊക്കെ അവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. അവരുടെ ഒരു ശതമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എനിവേ എന്ത് തന്നെ ആയാലും രാഹുൽ ഗാന്ധി തന്നെയാണ് ഇപ്പോഴും ഒരു പ്രതിപക്ഷത്തിൽ നിന്ന് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന പ്രധാനമന്ത്രി എന്നുള്ളതാണ് ഈ സർവേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പ്, ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാലും അതിന് BJP അതിജീവിക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നത് 2026 ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം 2026 ആകുമ്പോൾ ഈ മണ്ഡല നിർണയം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള 554 ലോക്സഭാ സീറ്റ് എന്നുള്ളത് 850 സീറ്റിനടുത്തേക്ക് പോവുകയും അത് ബഹുഭൂരിപക്ഷം ഉത്തർപ്രദേശ് അടക്കമുള്ള BJPക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലാവുകയും ചെയ്യും. അതാണ് അതിനകത്തൊരു യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ BJPക്ക് ഇനി ഒരു 10-20 വർഷം അല്ലെങ്കിൽ 25 വർഷം തുടർച്ചയായി ഭരിക്കാനുള്ള മാൻഡേറ്റ് അത് നൽകുകയും ചെയ്യും. അതും കൂടെ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അതെന്തായാലും 2026 മണ്ഡല പുനർനിർണയം നടത്താതിരിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവിക മണ്ഡലങ്ങളുടെ എണ്ണം കൂടും. നമ്മൾ മുൻപൊരിക്കൽ ചർച്ച ചെയ്തിരുന്നതുമാണത്. താങ്ക് യു വിജേട്ടാ, താങ്ക് യു സോ മച്ച്.